ഹലോ ഗായ്സ്, എന്ത് കഥ, എന്താണ് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അസറു എൻ്റർടൈൻസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് അല്ല ഞാൻ ചെയ്യുന്നത്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന നല്ലൊരു മെസ്സേജുകളാണ്, നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പം ഇനി നല്ല നല്ല വീഡിയോസ് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാവുന്നതാണ് വിസ തട്ടിപ്പ് എന്നുള്ള കാര്യം. വിസ തട്ടിപ്പ് എന്താണ്? വിസ തട്ടിപ്പ് അറിയോ? UAE നടക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ വിസ തട്ടിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും അതിൽ ഇരയായിട്ടുള്ള ഒരാളാണ്. നമുക്കിപ്പം വേറെ ആൾക്കാരുടെ കാര്യമല്ല, നമുക്ക് എൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ ഒരു വിസ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഞാനും. നമ്മളിപ്പം പ്രവാസി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ വരണത് തന്നെ എന്തെല്ലാം, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ പേരെയാണ് നമ്മൾ വരുന്നത് അല്ലേ. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ ഒരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും തേടി നമ്മളിങ്ങനെ കടൽ താണ്ടി ഇവിടെ എത്തുമ്പോൾ ഇവിടെയും നമ്മളെന്താ പറയുക, നമ്മളെ പറ്റിക്കാനായിട്ട്, അതല്ലെങ്കിൽ തന്നെ നമ്മളെ എന്താ പറയുക, വലിച്ചു കീറി ഒട്ടിക്കാനായിട്ട്, അതായത് നമ്മളെ തേക്കാനായിട്ട്, അത് ഞാൻ പറയുന്നില്ല, പോവാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. കുറേ എന്ന് പറയുമ്പോൾ ഒരു മലയാളി വേറൊരു മലയാളിയെ പറ്റിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഞാനെന്നൊക്കെ മനസ്സിലാക്കിയെടുത്തുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളിപ്പം വേറെ കുറേ കൺട്രീസ് ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പം വേറൊരു കൺട്രിയിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് നമ്മളതായ നമ്മളെ നാട്ടുകാരെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ രാജ്യം, നമ്മളെ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അല്ലേ. എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു ഇന്ത്യക്കാരനുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കേരളക്കാരനുണ്ടല്ലോ, നമ്മൾ ഇന്ന ജില്ലയിലുള്ള ഇന്ന ആളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു ആ മലയാളികൾ തന്നെ നമ്മളെ പറ്റിച്ചു എന്ന് പറയുമ്പോഴേ അത് നമുക്ക് ഭയങ്കര വിഷമം തരുന്നൊരു കാര്യമാണ്. പറയാൻ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇതിന് മുന്നേ ഞാൻ ടിക്ടോക്കിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളല്ല, രണ്ടുപേരെ എനിക്ക് വിസ തരാമെന്ന് പറഞ്ഞ് എനിക്ക് ക്യാഷ് പേടിച്ചിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എൻ്റെ നമ്പർ മേടിച്ച് എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്നതാണക്കാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത ക്യാഷുകൾ, സത്യം പലിശയ്ക്ക് എടുത്ത ഒരാൾക്കാർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ക്യാഷും കൊണ്ട് പോയ കുറേ, അതും മൊത്തം ഈ കണ്ടറിഞ്ഞ മൊത്തം മലയാളീസാണ് കേട്ടോ. ശരിക്കും ഇത് മൊത്തം ചെയ്യുന്നത് മലയാളീസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആൾക്കാരുടെ നമുക്കിത് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഏത് കൺട്രിയിൽ നിന്ന് നോക്കിയാൽ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാണക്കേട് വരുവാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ അതിലെനിക്ക് 3-4 പേര് എന്നെ വിളിച്ച് എന്നെ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നോണം കേൾക്കാം, അവർക്ക് കഴിക്കാൻ ഫുഡ് പോലും ഇല്ല, അതുപോലെ കിടക്കാൻ സ്ഥലമില്ല. ആ രീതിയിൽ അവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ട്. ഇതുപോലുള്ള എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2024 ഡിസംബറിൽ ഞാൻ ദുബായിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ ക്യാൻസലേഷൻ ചെയ്ത് എനിക്ക് കറക്റ്റ് 30 ദിവസം മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ ഒരു 30 ദിവസം ആ 30 ദിവസം കൊണ്ട് ഒന്നും ഞാൻ വേറെ ജോബ് കണ്ടെത്തണം, അതല്ലെങ്കിൽ നാട്ടിൽ പോകാം എന്നുള്ള പ്ലാനായിരുന്നു എനിക്ക് നിന്നത്. അപ്പോഴത്തേക്കാണ് പുള്ളിക്കാരെ എനിക്ക് 2 വർഷത്തെ വിസ അടിച്ച് നിന്നു. ഇതുപോലെ എൻ്റെ അടുത്ത് എനിക്ക് കമ്പനിയിൽ ജോലി തരാം ഒരു സുഹൈൽ എന്ന് പറയും, അവന് ലോജിസ്റ്റിക്കിൻ്റെ എന്തോ ഒരു കമ്പനി എന്നാണ് പറഞ്ഞത്. സുഹൈൽ എന്നാണ് പേര്. നാട്ടിൽ കോഴിക്കോടുകാരനാണ്. ഇവിടെ ദുബൈയിൽ. അപ്പോൾ അവന് ആ ലോജിസ്റ്റിക്കിൻ്റെ കമ്പനിയിൽ എനിക്ക് അവിടെ ആ കമ്പനി ജോബ് തരാം, അതുപോലെ നല്ല സാലറി തരാം, വിസയും തരാം. അപ്പോഴത്തേക്ക് നീ ആദ്യം തന്നെ വിസയ്ക്കുള്ള ഇത് തന്നു. അപ്പം പുള്ളിക്കാരന് ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ആദ്യം തന്നെ വിസ അടിക്കാനുള്ള ക്യാഷ് കൊടുക്കണമായിരുന്നു, നല്ല ജോബ് തരാം. ഞാൻ അല്ലെങ്കിലും ഫ്രീലാൻസ് അടിക്കാനായിട്ട് നിന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ജോബും ആവുമല്ലോ, ഈ പുള്ളിയുടെ ഇതിൽ തന്നെ അടിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പം എല്ലാവരും ചോദിക്കും എവിടെയെങ്കിലും കിടക്കുന്ന ഒരാൾക്ക് കൊണ്ട് ക്യാഷ് കൊടുത്തു. അങ്ങനെയല്ല. പറയാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് മുന്നേ അറിയാവുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പരിചയം ഇവിടെ ഉള്ള പരിചയമുള്ള ഒരാളാണ്. പിന്നെ മലയാളിയല്ലേ, നല്ല ഫ്രണ്ട്ലി നിൽക്കുന്ന ഒരാളാണ്, ഒരിക്കലും ചതിക്കൂല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ക്യാഷ് ഞാൻ കൊടുത്തു. നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മളതിൽ നിന്ന് ക്യാഷ് കയ്യിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പലയിടത്തുനിന്നും റോൾ ചെയ്ത് മറിച്ചുണ്ടാക്കിയ ക്യാഷാണ്. അങ്ങനെ ഈ ക്യാഷ് പുള്ളിക്കാരൻ്റെ കൊടുത്ത് ആ ഒരു ടെൻഷൻ മാറി നിന്നൊരു സമയമാണ്. പറയാൻ കാരണം വിസ വന്നതിന് ശേഷം പുള്ളിക്കാരൻ ജോലിക്കും വന്നോളാൻ പറഞ്ഞായിരുന്നു. വിസയ്ക്ക് കൊടുത്ത് 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 4 ആഴ്ചയായി, എന്നിട്ടും കാണുന്നില്ല. പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നോട് പറയുന്ന പ്രോസസ്സിങ്ങിലാണ്, ഇപ്പം ശരിയാവും, പിന്നെ ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ആ ഒരു വിശ്വാസം പുള്ളിയിലുണ്ട്. പുള്ളിക്കാരൻ ചെയ്യുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ടെൻഷൻ ഇല്ലാതെ നമ്മളിരുന്നു. എന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് നമ്മൾ ഓരോ മാസം നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പുള്ളിക്കാരനെ വിളിക്കണം. എന്തായി എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ജോബിന് വന്നോട്ടെ എന്ന് ഞാൻ പുള്ളിക്കാരനോട് ജോബിന് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇല്ല, വിസ ഇല്ലാതെ ഇവിടുത്തെ ഞാൻ റൂള് പോലെ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് വിസ ഇല്ലാതെ, നമുക്ക് വിസ ആയിട്ടേ നമുക്ക് ജോബിന് കയറാൻ പറ്റൂ, അല്ലാതെ നമുക്ക് ഇങ്ങനെ പ്രോസസ്സിങ്ങിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിൽ ഇത്രയും കൊടുക്കാൻ പോയ കാര്യം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും പടച്ചോനിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതായത് 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണെന്ന് പറയാറുണ്ട്. എപ്പോഴും അള്ളാഹയെ വിളിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പറയാൻ കാരണം ഫുൾ ടൈം അങ്ങനെയൊക്കെ ഉള്ള, ഇങ്ങനെ ഈ കപട വിശ്വാസം കാണിക്കുമല്ലോ, അതായത് ഇങ്ങനെ ഓവർ വിശ്വാസം കാണിക്കുന്ന ഒരാൾക്കാരാണ്
ഇത്രത്തോളം പടച്ചോനിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ വന്ന് ഓവറായിട്ട് സംസാരിക്കുന്ന ഒരാളെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. ശരിക്കും അത് ഇവന്റെ കാര്യത്തിൽ ഞാൻ 100% പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രാമ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കും. ഞാൻ ഒരു ദിവസം എനിക്കൊരു ഡൗട്ടായി, പുള്ളിക്കാരൻ എന്നെ വലിപ്പിക്കുവാണോ എന്നറിയാൻ വേണ്ടി എനിക്കൊരു ഡൗട്ടായി കേട്ടോ. അങ്ങനെ ഒരു ഡൗട്ട് വന്ന സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അവനൊരു ടൈപ്പിംഗ് സെന്റർ ഉള്ളതാണ്, ഞാൻ ഓനെ കൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴോ എനിക്ക് 2000-ന് മേലിൽ ഫൈനായി കിടക്കുന്നു. പറയാൻ കാരണം ഒരു പ്രോസസ്സിങ് അല്ല, ഒരു തേങ്ങയും അവൻ ചെയ്തിട്ടില്ല. വിസയുടെ കാര്യത്തിൽ ഒരു തേങ്ങയും ചെയ്തിട്ടുമില്ല അവന്. എനിക്ക് ഇത്രയും രൂപ അതായത് ഞാൻ ഇവിടെ ഓവർ സ്റ്റേ ആയി കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിക്കാനായിട്ടൊന്നുമില്ല, അമ്മാതിരി ടെൻഷനായിരുന്നു. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാലുള്ള ടെൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അമ്മാതിരി ടെൻഷൻ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, പോയി കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല, അമ്മാതിരി ടെൻഷൻ അടിച്ച് ഞാൻ നിന്ന് കേട്ടോ. അവസാനം ഇവനെ വിളിക്കുമ്പോഴും ഒരു വട്ടം ഇവൻ ഫോൺ എടുക്കൂല, 300 വട്ടം വിളിക്കുമ്പോഴാണ് ഇവ ഒരു വട്ടം കോൾ എടുക്കുന്നത്, പിന്നെ അതിന് ശേഷം. എന്നിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ക്ലിയർ ചെയ്ത് തരാം, എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റാക്കി തരാം, അങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കും. എന്നിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ എൻ്റെ അടുത്ത കള്ളം പറഞ്ഞോളൂ. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4000 ദിർഹംസ് ആയി കഴിഞ്ഞാൽ ഫൈൻ റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഒരു പ്രശ്നമില്ലാതെ 0-യിലാക്കി തന്നെ നിനക്ക് എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം, എല്ലാം റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ തരികിട എന്ന് പറയുമല്ലോ, അതായത് ഈ കള്ളങ്ങൾ കൊണ്ട് ജീവിക്കുന്ന മാത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിട്ടുള്ള ഇത് ഞാൻ ഒരു ജില്ലയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല, സത്യം ശരിക്കും പറയാണ്. ഞാനൊരു ട്രിവാൻഡ്രക്കാരൻ തന്നെയാണ്. പക്ഷെ അതിലും നല്ല ആൾക്കാരുണ്ട്, മോശം ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന ആ കോഴിക്കോട് മലപ്പുറം ആൾക്കാർ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ വിസ തട്ടിപ്പിനെതിരെ അതായത് ഈ വിസ തട്ടിപ്പ് ആൾക്കാരെ ഇങ്ങനെ കൂടുതലും പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുള്ള മൊത്തം അങ്ങോട്ട് മലബാർ ഏരിയയാണ്. അത് ഞാൻ തീർത്തും ഞാൻ പറയും. അത് ഇനി മലബാർ ഏരിയക്കാർ ഇനി വന്ന് ഇനി എന്നെ എന്തോന്ന് പറഞ്ഞാലും ശരി തന്നെ. എനിക്കുണ്ടായ അനുഭവങ്ങൾ, അതായത് എനിക്കുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മലബാർ ഏരിയക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിസ തട്ടിപ്പ് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞിട്ട് അത് എൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ വേറെ 1-2 പേര് അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, നമുക്കപ്പോൾ ഒരു അവസരം കൂടി കൊടുക്കാം അല്ലേ. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറയണം, എടാ 4000 അസറു നീ ഒന്ന് കേക്ക്, 4000 ദിർഹംസ് ആവട്ടെ, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഇത്രയും നീ വെയിറ്റ് ചെയ്തില്ലേ, 4000 ദിർഹംസ് വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴും ഞാൻ പറയണം, ഒരാൾ ഇത്രയും പറയല്ലേ, ഒരു ചെറുപ്പക്കാരനല്ലേ, അവൻ പറയണം, അവൻ പറയണം അത് കേൾക്കാം, 4000 ദിർഹംസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 4000 ദിർഹംസ് ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ആ 4000 ദിർഹംസ് ആയതിനു ശേഷം എന്താണ് നടന്നതെന്ന് അറിയുമോ? ആ 4000 ദിർഹംസ് ആകുമ്പോൾ അവൻ എന്തോ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. ആ 4000 ദിർഹംസ് ആയതിനു ശേഷം ഞാൻ അവനെ വിളിക്കുന്നതാണ്. അവനെ വിളിക്കും, അവന് നോർമൽ കോൾ ചെയ്താൽ അവൻ എടുക്കൂല, അവന് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയക്കും. ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല. എന്തൊക്കെ കാട്ടിയിട്ട് ഒരു റിപ്ലൈ ഇല്ല. അതുപോലെ തന്നെയാണ് കുറേ ഞാൻ വോയിസുകൾ അയക്കുമായിരുന്നു. അതുപോലെ തന്നെ നോർമൽ കോൾ ചെയ്താൽ അവൻ കട്ടാക്കി വിടും, അവൻ കോൾ എടുക്കൂല. യുഎന്ന് ഒരു നമ്പറിൽ നിന്ന് വിളിച്ചാലും കോൾ എടുക്കാതെ അങ്ങനെ രീതിയിലാക്കി അവസാനം ടെൻഷൻ അടിച്ച് എന്താ പറയുക, അങ്ങ് മരിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയട്ടെ. ആ ഒരു അവസ്ഥയിൽ വരെ എത്തി. ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ ഇനി ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. ആ ഒരു ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റൂല. അമ്മാതിരി ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം മുന്നിൽ കണ്ട് ജീവിക്കുക എന്ന് വേണമെങ്കിൽ തന്നെ ഞാൻ പറയാം. അമ്മാതിരി ടെൻഷനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നാമത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടിയാണ്. ഞാൻ വേറൊരാളുടെ കഥകൾ ഇങ്ങനെ അതുപോലെ ഓവർ സ്റ്റേ ആയിപ്പോയി, വിസ തട്ടിപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, വേറൊരാളിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിൽ അത് വന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ അതായത് ഈ 4000 ദിർഹംസോളം ഫൈൻ വന്നതെന്ന് പറയുമ്പോൾ തന്നെ 3-3.5 മാസത്തോളം ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും നാളും ഞാൻ അങ്ങനെ ടെൻഷൻ അടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ റൂമിൽ നിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ എനിക്ക് അന്ന് പേടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പുറത്തോട്ടൊന്നും ഞാൻ പോകില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല, ആൾക്കാർ വല്ലതും വന്ന് ചോദിക്കുമോ എടുക്കുമോ എന്നൊക്കെ അങ്ങനെ ഭയങ്കര പേടിയായിട്ടുള്ളൊരു സമയമായിരുന്നു. ഞാൻ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ ഇരുന്നാൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ, നമ്മൾ തോറ്റു കൊടുക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വാശിയൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ ഒന്നിലും തോറ്റു ഒതുങ്ങി മാറിയിരിക്കുന്ന ഒരാളല്ല. അങ്ങനെ റൂമിൽ അടച്ചിരിക്കൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി. അങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? അതും കിട്ടൂല. പറയാൻ കാരണം ഇങ്ങനെ ഓവർ സ്റ്റേ നിൽക്കുന്ന ഒരാളും ജോലി തരത്തില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ യുഎയിലുള്ള ആൾക്കാർക്കൊക്കെ അത് അറിയാവുന്നതാണ്. ഈ യുഎ നിയമങ്ങൾ അറിയാവുന്ന കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഓവർ സ്റ്റേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ അടുപ്പിക്കൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ പേ പിടിച്ച നായ്ക്കൾ അടുത്ത് വരുമ്പോൾ ആ രീതിയിലാണ് അവർ ഓരോ സ്ഥലത്ത് നമ്മൾ ഇന്റർവ്യൂവിന് എന്തെങ്കിലും ചെല്ലാൻ നേരത്തെ അവരെ നമ്മളടുത്ത് കാണിക്കുന്നത്. ആ ഒരു അത്രയും ഞാൻ എന്ന് പറയുമ്പോൾ അത്രയും മാനസികമായിട്ട് ആ സമയത്തെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് തകർന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കവേ എന്നെന്താ പറയുക, ഒരു പടച്ചോന്റെ രൂപത്തിൽ വന്ന് എന്നെ ഒരാൾ
കുറച്ച് സഹായിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട്, നല്ല വലിയൊരു എമൗണ്ട് എനിക്ക് തന്നെ ഒരാൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ കാരണം എൻ്റെ ഈ ഓവർ സ്റ്റേയും മാറണം, അതുപോലെ തന്നെ അടുത്ത ഫ്രീലാൻസ് വിസ, അതായത് 2 വർഷത്തെ വിസയെ അടിക്കാൻ വേണ്ടി നല്ലൊരു എമൗണ്ട് എനിക്കൊരാൾ തന്നായിരുന്നു. അങ്ങനെ എനിക്കിവിടെ ഒരു ട്രാവൽസ് ഉണ്ടായിരുന്നു, എനിക്കറിയാവുന്ന, മുന്നേ തന്നെ എനിക്കറിയാവുന്ന, അതായത് പുള്ളിക്കാരനാണ് ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അൽനൂർ ട്രാവൽസ് എന്ന് പറയും, ദുബായിലായിരുന്നു, കരാമയിൽ അൽനൂർ ട്രാവൽസ്. അതിലൊരു ജാൻസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അങ്ങനെ ഞാൻ അവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവനതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഭയങ്കര വിഷമമാണ്, അസുറു നിനക്ക് ഇതൊക്കെ സംഭവിച്ചോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൊക്കാണ് കോണാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള അവൻ ഭയങ്കര ഡയലോഗാണ് കേട്ടോ. അങ്ങനെ ആ രീതിയിലുള്ള ഡയലോഗുകളൊക്കെ അവൻ എൻ്റെ അടുത്ത് അടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പം ഞാൻ ചിന്തിച്ചു, അപ്പോൾ ആദ്യമേ, അതായത് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായപ്പോഴേ ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു അടി എനിക്ക് എന്തായാലും കിട്ടത്തില്ലായിരുന്നു എന്ന് ആ നിമിഷം ഞാൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഇന്ന് പൈസ എൻ്റെ ഇട്ട് തന്നാൽ മതി, അതായത് ഇന്ന് നീ ക്യാഷ് ഇടുവാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 20 ഈ ദിവസത്തിനുള്ളിൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി തരും എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ. നിന്റെ പൊന്നാര അസറാജ് 1,20,000 ഉറുപ്പ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുക. നിന്റെ ഫൈനിന്റെ പരിപാടിയും തീർത്ത് നിന്റെ എൻട്രി വിസ ഇറക്കി ചേഞ്ച് സ്റ്റാറ്റസും ചെയ്തിട്ട് ഞാൻ നിന്റെ കയ്യിൽ അങ്ങോട്ട് തരും. നീ ഇന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് സ്റ്റാറ്റസ് വരെ ചെയ്യാൻ 15 ദിവസത്തെ സമയം. ആ 15 ഡേയ്സിന്റെ ഉള്ളില് നിനക്ക് ഈ പരിപാടികൾ നടക്കും. അത് ഗ്യാരണ്ടി നിനക്ക് ഞാൻ തരും. 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ നിന്റെ എൻട്രി വിസ ഇറക്കി ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്തു തരും. അതല്ല 15 ദിവസം കഴിഞ്ഞില്ലെങ്കിൽ മാക്സിമം 20 ഡേയ്സ്. എന്ത് തന്നെ ആയിരുന്നാലും നിനക്ക് ഫൈനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് എന്റെ ഗ്യാരണ്ടി. കേട്ടില്ലേ ഈ വോയിസ്? അങ്ങനെ ഇവന്റെ ഈ വാക്കുകൾ കേട്ട് ഇവൻ പറഞ്ഞ ഈ എമൗണ്ടുകൾ മൊത്തം ഞാൻ അയച്ചു കൊടുത്തത്. നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഞാൻ അയച്ചു കൊടുത്തത്. അതായത് നാട്ടിലെ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആണ് കേട്ടോ. 1,65,000 രൂപ. 1,65,000 രൂപയാണ് ഞാൻ നാട്ടിലെ പൈസ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ദർഹംസ് എൻ്റെ നാട്ടിലെ പൈസ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓന് ആ പൈസ ഇട്ട് കൊടുത്തപ്പോൾ പറഞ്ഞു ഓക്കെ ഒരു 15 അല്ലെങ്കിൽ 20, മാക്സിമം 20 ദിവസം എന്ന് പറഞ്ഞു. 15 അല്ലെങ്കിൽ 20 ദിവസം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, ഇത്രയും ദിവസം ഞാൻ ഇരിക്കാമെങ്കിൽ പിന്നെ ഒരു 20 ദിവസം എന്തായാലും അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വരാൻ ഇത്ര ടൈം എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ക്യാഷൊക്കെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അസ്രു ഞാൻ നാട്ടിൽ പോവുകയാണ്, ഒരു അത്യാവശ്യ കാര്യത്തിൽ എനിക്ക് നാട് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, വീടിൻ്റെ ഒരു പാലിയേച്ചും കാര്യങ്ങളും ഉണ്ട്, വീടിൻ്റെ പാലിയേച്ചിന് പോകും, അതൊന്നും ഞാൻ ക്യാഷ് കൊടുത്തതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്നും പറഞ്ഞ് നിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഉപേക്ഷ ഞാൻ വിചാരിക്കൂല, ഞാൻ അവിടെ ഇരുന്നാലും എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടും വിശ്വസിച്ചു. ഇവന്റെ കുറെ വാക്കുകളും കാര്യങ്ങളും ഒക്കെ കേട്ട് ഇവനെ ഞാൻ അണ്ണൻ നാട്ടിൽ പോയി ആ ഒരു പൈസ പൊട്ടെ, ചിലപ്പം എന്റെ പൈസ കൊണ്ട് ഞാൻ വീട് വെച്ചു എന്നൊന്നും ഞാൻ അവനോട് പറയുന്നില്ല. ആ ഒരു 1,65,000 കൊണ്ട് അവനൊരു കട്ടള മേടിക്കാൻ പറ്റിയോ, അല്ലെങ്കിൽ ഒരു ഡോർ ഇടാൻ പറ്റിയോ, അതെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ? അത് തന്നെ ഇന്നും ഞാൻ അവനോട് പറയുന്നതാണ്. എന്റെ ക്യാഷ് കൊണ്ട് തന്നെയാണ് നീ വീടുണ്ടാക്കി എന്ന് ഞാൻ പറയുന്നില്ല. അതില് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പാക്കറ്റ് സിമെന്റ് അതിലെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഒരു കട്ടള വെക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കഥകിടാൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളെങ്കിലും അവൻ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇന്നും പറയണത്. ഇന്നും എനിക്കത് ക്ലിയർ ചെയ്ത് തന്നിട്ടില്ല. ഞാൻ മെയ്യിൽ അവന് ക്യാഷ് ഇട്ട് കൊടുത്തതാണ്. 2025 മെയ്യിൽ ക്യാഷ് ഇട്ട് കൊടുത്തതാണ്. ഇന്ന് 2026 ജനുവരി ആയിട്ടുണ്ട്. ഇത്രയും നാളായിട്ടുണ്ട്. 2 പേരാണ് എന്നെ വലിച്ചു കീറി ഒട്ടിച്ചേക്കുന്നത്. ഫൈനിന്റെ ഫൈനും അതും ഇതുമൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നെ ഒരു മൂലയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് ഓരോ കമ്പനികളിൽ കയറിയാലേ നമുക്ക് കുഴപ്പമുള്ളൂ. നമുക്ക് ചെയ്യും തൊഴിൽ അന്നോന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ്, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോയി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ ക്ലീനിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ ഓരോ കമ്പനികളിൽ കയറിയാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളുള്ളൂ. നമ്മൾ ഓരോ സ്ഥലത്ത് അതുപോലെ ക്ലീനിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ പോയൊക്കെ അങ്ങ് നിന്ന് നമ്മൾ പ്രവാസികളല്ലേ, നമ്മൾ എന്ത് ജോലിയും ചെയ്യാനായിട്ടാണല്ലോ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കടൽ കടന്ന് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നിന്ന്. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരിക്കലും എൻ്റെ സ്റ്റോറി ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ എനിക്ക് വന്നൊരവസ്ഥ വേറൊരാൾക്ക് വരാതിരിക്കുക. പറയാൻ കാരണം ഇങ്ങനെയുള്ളൊരു വിസ തട്ടിപ്പിൽ പോയി ചെന്ന് ചാടാതിരിക്കുക, ഒരാളെയും വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ, ഡയറക്റ്റ് അതുപോലെ തന്നെ ടൈപ്പിംഗ് സെന്ററിലോ ഡയറക്റ്റ് പോയി കൊടുക്കുക, അതിനുള്ള രേഖകൾ അപ്പോഴേ മേടിക്കുക. അല്ലാതെ ഒരിക്കലും ഒരാളെയും വിശ്വസിക്കരുത്, ഒരാളെയും ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രത്തോളം 2025 ഞാൻ ആ ഒരു വർഷം ഞാൻ അനുഭവിച്ചത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഒരാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത്രയും രീതിയിൽ ഞാൻ 2025 ഞാൻ അനുഭവിച്ചു. ഈ 2025 ഞാൻ അത്രത്തോളം അനുഭവിച്ചത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2025 മലപ്പുറം റമീസ്, കോഴിക്കോട് സുഹൈൽ, കോഴിക്കോട് ജാൻസർ, ഈ 3 വ്യക്തികൾ കാരണം സത്യം പറഞ്ഞാൽ 2025 ഞാൻ അനുഭവിച്ചത് ചില്ലറയും ഇഷ്ടമൊന്നുമല്ല.
അമ്മാതിരി രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ തോറ്റു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ തോറ്റു കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ തോറ്റ് മിണ്ടാതൊരു മൂലയിൽ ഇരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. അങ്ങനെ അല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കാത്ത, അതായത് ഒതുങ്ങി ഒരു മൂലയിൽ കൂടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഇന്നും നിലനിന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെയും ഞാൻ വിടൂല കേട്ടോ. ശരിക്കും ഞാൻ വിടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരെ പിന്തുടർന്നിരിക്കും. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരാൾക്കും, എനിക്ക് വന്നൊരു അനുഭവം വേറൊരാൾക്ക് വരാതിരിക്കുക, അത്രമാത്രം. ഞാൻ അനുഭവിച്ചതുപോലെ വേറൊരാൾ അനുഭവിക്കാതിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.